സഭാപ്രസംഗകൻ അധ്യായം 6. സൂര്യനു കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇതു മിഥ്യയും തീവ്രവേദനയും ആണ്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല. അതിന് സ്വസ്ഥതയുണ്ട്. അവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്. ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ. എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്തു മേന്മയാണുള്ളത്? മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം? കൺമുൻപിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ടു കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ. മനുഷ്യന് ഇതിലെന്തു മേന്മ? നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളതെന്താണെന്ന് ആര് അറിയുന്നു? സൂര്യന് കീഴെ തനിക്കു ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും? സഭാപ്രസംഗകൻ അധ്യായം 7. വിവിധ ചിന്തകൾ. മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപ്പേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ്. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും. ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ്. അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും. ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലാണ്, മൂഢന്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും. ഭോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത്. കലത്തിനടിയിൽ ചുള്ളി വിറക് കിരുകിരാ കത്തുന്നതുപോലെയാണ് ഭോഷന്റെ ചിരി. ഇതും മിഥ്യ തന്നെ. മർദ്ദനം ജ്ഞാനിയെ ഭോഷനാക്കും. നിശ്ചയം കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു. ഏതിൻ്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മെച്ചം. അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ്. ക്ഷിപ്ര കോപമരുത്. കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. കഴിഞ്ഞ കാലം ഇന്നത്തേക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത്. ജ്ഞാനത്തിൽ നിന്നു വരുന്നതല്ല ഈ ചോദ്യം. ജ്ഞാനം പിതൃസ്വത്തുപോലെ ശ്രേഷ്ഠമാണ്. ജീവിക്കുന്നവർക്ക് അത് ഉപകരിക്കും. ധനം പരിരക്ഷ നൽകുന്നതുപോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു. ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കൂ. അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്കു സാധിക്കും? സുഭിക്ഷതയിൽ സന്തോഷിക്കുക, വിപത്തിൽ പര്യാലോചിക്കുക. രണ്ടും ഒരുക്കിയത് ദൈവമാണ്. എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റെ വ്യർത്ഥ ജീവിതത്തിൽ ഞാൻ സകലതും കണ്ടു. നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട്. തിന്മ ചെയ്തിട്ടും ദീർഘായുസ് ലഭിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അമിത നീതിയോ അമിത ജ്ഞാനമോ അരുത്. നീ എന്തിന് നിന്നെ തന്നെ നശിപ്പിക്കുന്നു? പരമദുഷ്ടനോ മൂഢനോ ആകരുത്. കാലമെത്താതെ നീ മരിക്കുന്നതെന്തിന്? ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും. നഗരത്തിലെ 10 ഭരണാധിപന്മാരെക്കാൾ ശക്തി
ജ്ഞാനം ജ്ഞാനിക്ക് പകർന്നു കൊടുക്കുന്നു. ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല. മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്നു വരും. നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം. ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ജ്ഞാനിയായിരിക്കും. എന്നാൽ അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു. യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ്. ആഴത്തിൽ, അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും? ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചന ബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും ഭോഷത്വത്തിൻ്റെ ദുഷ്ടതയും ഭ്രാന്താകുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരിശ്രമിച്ചു. മരണത്തേക്കാൾ കൈപ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ്, കൈകൾ ചങ്ങലയും. ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും. എന്നാൽ പാപി അവളുടെ പിടിയിൽപ്പെടും. സഭാപ്രസംഗകൻ പറയുന്നു, എൻ്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു. അല്പാൽപമായി അറിഞ്ഞതിൻ്റെ ആകെ തുകയാണിത്. എൻ്റെ മനസ്സ് ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത്. 1000-ൽ ഞാൻ പുരുഷനായി കണ്ടു, എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. ഞാൻ കണ്ടത് ഇതാണ്: ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. സഭാപ്രസംഗകൻ അധ്യായം 8. ജ്ഞാനിയും രാജാവും. ജ്ഞാനിയെപ്പോലെ ആരുണ്ട്? പൊരുളറിയുന്നവൻ ആരുണ്ട്? ജ്ഞാനം മുഖത്തെ പ്രശോഭിപ്പിക്കുന്നു, പരുഷഭാവത്തെ അകറ്റുന്നു. ദൈവനാമത്തിൽ ചെയ്ത ശപഥമോർത്ത് രാജകൽപ്പന പാലിക്കുക. അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക. യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ്. അവൻ്റെ വാക്ക് അന്തിമമാണ്. നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആരും മുതിരും. കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. മനുഷ്യജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട്. ഭാവി അവന് അജ്ഞാതമാണ്. അത് എങ്ങനെയിരിക്കുമെന്ന് പറയാൻ ആർക്കു കഴിയും? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? യുദ്ധസേവനത്തിൽ നിന്ന് വിടുതൽ ഇല്ല. ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല. മനുഷ്യൻ്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത്. ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ. ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ. ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതും മിഥ്യ തന്നെ. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു. 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു. നീചന് നന്മ കൈവരുകയില്ല. ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത്. നീതിമാന്മാർക്ക് നീചന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീചന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും ഉണ്ടാകുന്നു എന്നത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ്. ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല. ഇത് സൂര്യന് കീഴെ ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ അവനെ തുണയ്ക്കും. ജ്ഞാനത്തെ അറിയാനും മനുഷ്യന്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപകൽ വിശ്രമമെന്നിയെ പരിശ്രമിച്ചു. അപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ കരവേലകളാണ്. സൂര്യന് കീഴെ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ്.
എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല. അത് കണ്ടുപിടിച്ചുവെന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അത് അവന് അതീതമത്രേ.